വർഷത്തെ ഞങ്ങളുടെ തക്കാളിയുടെ വിളവെടുപ്പാണ്. ആണ്ടെ ഈ കൊല്ലം മൊത്തം ഈ വർഷത്തെ തക്കാളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. ലാസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് പീസ് തൊട്ട് ലാസ്റ്റ് വാടിപ്പോയതുകൊണ്ട് എല്ലാം പറിച്ചെടുത്തത്. മൊത്തത്തിൽ 500 തക്കാളി ഉണ്ടായി എന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ 150 കുഞ്ഞു കുഞ്ഞു തക്കാളി ഉൾപ്പെടെ ഉണ്ട്. അത് ഈ പൊടി പരുവം വരെ ഉണ്ട്. ഇതൊന്നും ഇനി വിളയത്തില്ല. അതുകൊണ്ടാണ് മൊത്തം പറിച്ച് എടുത്തത്. തക്കാളി കൃഷി ചെയ്തിടം കൂടി കാണിക്കാം. മൊത്തം പറിച്ച് കളഞ്ഞ് എല്ലാം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ആ ഫുള്ള് പറിച്ചെടുത്ത് കണ്ടുണ്ട്. ഇങ്ങനെയുള്ള മുട്ടുകളൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ പറിച്ചെടുത്ത് കളയാം. കാര്യം ഇനി അത് ഉണ്ടാവില്ല. ഇത്തവണ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്ത് ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഇപ്പം ഇന്നലെ നമ്മൾ പറിച്ച തക്കാളികൾ ഇപ്പോൾ അരിഞ്ഞ് തോരന് വേണ്ടി റെഡിയാക്കുവാണ്. അപ്പോൾ കുഞ്ഞു തക്കാളികൾ നമുക്ക് ഇങ്ങനെ അരിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ തോരൻ ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമ്മൾ വിളവെടുത്ത തക്കാളി തന്നെ തോരനുണ്ടാക്കി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നിന്ന് കിട്ടത്തില്ല. അതിൻ്റെ സംതൃപ്തിയും ഒക്കെ എന്തായാലും നമ്മൾ രാവിലെ തന്നെ അതിനെ തോരന് വേണ്ടി അരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ എൻ്റെ മക്കൾ അടുത്തിരിക്കുന്നുണ്ട്. അവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ തൊടും. അത് നമ്മൾ ഒഴിവാക്കി വിടുക. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കുവാണ്. ഓക്കെ. അപ്പോൾ നമുക്കുണ്ടല്ലോ തോരന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ തക്കാളിയില്ലേ, പച്ചത്തക്കാളി ഉണ്ടല്ലോ, അച്ഛൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ചെറിയ 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 കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ മുറിച്ചെടുക്കണം. ഒത്തിരി കുഞ്ഞതാക്കണ്ട കേട്ടോ, കാരണം ഇത് ഓൾറെഡി നമുക്ക് അതിന് പെട്ടെന്ന് തന്നെ അവിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ പഴുത്ത തക്കാളി തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പച്ചത്തക്കാളിയാണ് നമ്മൾ നാട്ടിൽ നോർമലായിട്ട് തോരൻ വെക്കാറുള്ളത്. അപ്പോൾ ഒരുപടി തേങ്ങ വേണം. പിന്നെ ആണെങ്കിൽ ആവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞത്. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണെങ്കിൽ ഒന്നുകൂടെ രുചി കൂടും. പിന്നെ നമ്മളുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മളുണ്ടല്ലോ കടുക് പൊട്ടണം. കടുക് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. സവോളയും പിന്നെ അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മളുണ്ടല്ലോ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ടുണ്ടല്ലോ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആണെങ്കിൽ ഈ വഴറ്റിയെടുക്കാനുണ്ടല്ലോ പെട്ടെന്ന് സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഇച്ചിരി ഉപ്പൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടും. ഇനി നമുക്കുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഇടണം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, അതായത് നമ്മളാണെങ്കിലും ഉപ്പാണെങ്കിലും മൂപ്പിച്ചാണെങ്കിലും സവോളയും ഇതുമെല്ലാം എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വെച്ച് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളകൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് പച്ചമുളകും ഉപ്പും എല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മളുണ്ടല്ലോ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. തക്കാളിക്ക് ഒത്തിരി വേവുള്ളതല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളിയായതുകൊണ്ട് നമുക്കാണെങ്കിലും ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചത്തക്കാളിയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നാടുകളിൽ നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ രുചിയുമുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. അപ്പോൾ ഇനി നമ്മളുണ്ടല്ലോ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് ആ ആവിക്കൊന്ന് വെന്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണ്. ഇപ്പം നമ്മളുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇതുണ്ടല്ലോ നല്ല നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് ഇളക്കി തിന്നുണ്ടല്ലോ പ്രത്യേക രുചിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.